നാം എല്ലാവരും എന്തെങ്കിലുമൊക്കെ ഭയത്തെ അഭിമുഖീകരിക്കുന്നവരാണ്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഭയപ്പാടുകളുള്ളവരാണ് നാം ഓരോരുത്തരും. ഭയം അവിശ്വാസത്തിന്റെ വികാരമാണ്. വിശ്വാസം അവിശ്വാസത്തിന്റെ എതിർപദമാണ്. ദൈവം നമ്മെ കാത്തുപരിപാലിക്കും എന്ന് വിശ്വസിക്കുക, അല്ലെങ്കിൽ ഭയമുള്ളവരായി ജീവിക്കുക. ഇതിലേതെങ്കിലും ഒന്ന് നമുക്ക് ചെയ്യുവാൻ കഴിയും. നമ്മുടെ പ്രതിസന്ധികളിൽ നിന്നും ഒളിച്ചോടുവാനാണ് ഭയം നമ്മെ പ്രേരിപ്പിക്കുന്നത്. എല്ലാ ഭയങ്ങളും തെറ്റല്ല. ഒരു ഭയവുമില്ലാതെ കത്തുന്ന വിളക്കിന്റെ തീയിൽ തൊടുകയും ലൈൻ കമ്പിയിൽ പിടിക്കുകയും ചെയ്യുന്നത് ധൈര്യമല്ല, മറിച്ച് അത് അപകടമാണ്. ബാബിലോണിലേക്ക് അടിമകളായി പിടിച്ചുകൊണ്ടുപോയ 3 ഇസ്രായേല്യ ബാലകന്മാർ, അവർ ശദ്രക്, മേശക്, അബേദ്നെഗോ, അവരുടെ ദൈവത്തിലുള്ള വിശ്വാസം വിട്ട് രാജാവ് നിർത്തിയ സ്വർണബിംബത്തെ നമസ്കരിക്കുക, അല്ലെങ്കിൽ എരിയുന്ന തീച്ചൂളയിലേക്ക് വലിച്ചെറിയപ്പെടും. ഇതായിരുന്നു അവരുടെ ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടി വന്ന ഭയം. നമ്മുടെയൊക്കെ ജീവിത സാഹചര്യങ്ങളും വ്യത്യസ്തങ്ങളല്ല. നമുക്ക് ചെയ്യുവാൻ കഴിയുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഒന്നുകിൽ പ്രതിസന്ധിയെ ദൈവവിശ്വാസത്തിൽ ആശ്രയിച്ച് കീഴടക്കുക, അല്ലെങ്കിൽ ദൈവത്തിന് എന്നെ രക്ഷിക്കാൻ കഴിയില്ല എന്ന് വിശ്വസിച്ച് സ്വയത്തിൽ ആശ്രയിച്ച് നശിക്കുക. സ്വയം നല്ലതെന്ന് തോന്നുന്നവയിൽ ആശ്രയിച്ച് ലോകത്തിന് അനുരൂപമാകുക, അതാണ് ജഡീകമായത്. ജഡത്തിൻ്റെ ആഗ്രഹം നമ്മെ ഭയത്തിൻ്റെ അടിമകളാക്കി നമ്മിൽ ആധിപത്യം നടത്തുക എന്നതാണ്. ആ ബാലകന്മാരുടെ യഥാർത്ഥ പേരിൻ്റെ അർത്ഥം ഹനന്യാവ്, യഹോവ കരുണയുള്ളവൻ അല്ലെങ്കിൽ ദയാലു എന്നായിരുന്നു. കർത്താവിൽ വിശ്വാസമുള്ളൊരു വ്യക്തിക്ക് കർത്താവിൻ്റെ കരുണ അർഹതയില്ലാത്ത സാഹചര്യത്തിലും അളവറ്റതായി അനുഭവിക്കുവാൻ കഴിയുന്നു എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. 2 മിശായേൽ, ആ വാക്കിൻ്റെ അർത്ഥം ദൈവാനുരൂപിയാകുക എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. 3-ാമത്തെ വാക്ക് അസര്യാവ്, ദൈവം സഹായിക്കും എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഹനന്യാവ് ശദ്രക് എന്ന് നാമകരണം ചെയ്യപ്പെട്ടു. ജഡത്തിൽ ആനന്ദം കണ്ടെത്തുക എന്നാണ് അതിൻ്റെ അർത്ഥം. മിശായേൽ മേശക് എന്ന് നാമകരണം ചെയ്യപ്പെട്ടു. രാജാവിൻ്റെ അതിഥി എന്നാണ് അതിൻ്റെ അർത്ഥം, അല്ലെങ്കിൽ രാജാവിൻ്റെ വലങ്കൈ എന്നൊക്കെ അതിനർത്ഥമുണ്ട്. ജഡത്തെ തൃപ്തിപ്പെടുത്തുന്നവനെന്ന് മറ്റൊരർത്ഥവും നമുക്ക് പറയാം. അസര്യാവ് അബേദ്നെഗോ എന്ന് നാമകരണം ചെയ്യപ്പെട്ടു. രാജാവിൻ്റെ അടിമ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. നമ്മുടെയൊക്കെ ജഡാഭിലാഷം ആത്മാവിന് വിരോധമാണ്. എന്നാൽ രാജകൽപ്പന പ്രകാരം ബാലകന്മാർ ബന്ധിക്കപ്പെട്ട് എരിയുന്ന തീച്ചൂളയിലേക്ക് എറിയപ്പെട്ടു. അതുപോലെ ഭയാനകമായ ജീവിത സാഹചര്യങ്ങൾ എരിയുന്ന തീച്ചൂള പോലെ നമ്മയും നശിപ്പിക്കുവാൻ അടുത്തു വരുമ്പോൾ, ജീവിത സാഹചര്യങ്ങളെ സർവശക്തനായ ദൈവത്തിൽ ആശ്രയിച്ച് അതിജീവിക്കുവാൻ തയ്യാറാകുമ്പോൾ ദൈവിക സംരക്ഷണ വലയത്തിൽ നാമും സുരക്ഷിതരായിരിക്കും. തീയുടെ മണം പോലും ഏശാതെ, ഒരു പോറൽ പോലും ഏക്കാതെ നമ്മൾ പുറത്തു വരും. ദൈവം ചെയ്ത നന്മകൾ നാം ഓരോന്നോരോന്നായി ഓർക്കുമ്പോൾ ജീവിതത്തിലെ ഭയങ്ങളെ അതിജീവിക്കുവാൻ അത് നമുക്ക് കരുത്ത് നൽകുന്നു. യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് ആവർത്തിച്ച് പറഞ്ഞ ഒരു വാക്കാണ് ഭയപ്പെടരുത്. ഞാനോ ലോകാവസാനത്തോളം നിന്നോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിൽ നമുക്ക് ആശ്രയിക്കാം. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 09880221957 എന്ന നമ്പർ ഉപയോഗിക്കുക.